മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. ടി പി വധക്കേസിൽ സർക്കാർ കുറ്റവാളികൾക്ക് നൽകുന്ന ഇളവുകൾക്കെതിരെ കെ രമ സുപ്രീം കോടതിയിൽ. കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്ത് രമ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. കുറ്റവാളികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് അപകടകരവും മനോവീര്യം കെടുത്തുന്നതുമായ സന്ദേശം നൽകുമെന്നും രമ ഇതിൽ പറയുന്നുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. ഈ ടി പി കേസ് പ്രതികൾക്ക് നൽകുന്ന ഇളവുകളെക്കുറിച്ചും അവർക്കൊക്കെ നൽകുന്ന ജയിലിലൊക്കെ നൽകുന്ന പരിഗണനകളെക്കുറിച്ചും ഒക്കെ കേരളത്തിൽ വലിയ രീതിയിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ജയിലിലുള്ള കുറ്റവാളികൾക്ക് ഇങ്ങനെയൊക്കെ നൽകുന്നത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചത് ഈ ടി പി വധക്കേസ് പ്രതികളെ സംബന്ധിച്ചുമായിരിക്കും. അതിന്റെ പോരാട്ടം ഇപ്പോൾ രമ തുടരുകയാണ്. ഈ സത്യവാങ്മൂലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്? പൂജ, ടി പി വധക്കേസിലെ പ്രതിയെ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന് ജാമ്യം അനുവദിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ കെ രമ സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ ഗുരുതരമായ ചില കാര്യങ്ങളാണ് കെ രമ സുപ്രീം കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭൂതപൂർവവും അനുപാതരഹിതവുമായ ഇളവുകളാണ് ലഭിക്കുന്നതെന്നാണ് കെ രമ പറയുന്നത്. ഇത് സിസ്റ്റത്തിന്റെ നിഷ്പക്ഷതയിലുള്ള വിശ്വാസം ഇളക്കി മറിച്ചുവെന്നും ഈ കെ രമ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജി ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ടി പി വധക്കേസിലെ കുറ്റവാളികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അത് അപകടകരവും മനോവീര്യം കെടുത്തുന്നതുമായ സന്ദേശം നൽകുന്നതാണ് എന്നുമാണ് കെ രമ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ടി പി കേസിലെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന പരോളുകളുടെ അഭൂതപൂർവമായ കണക്കുകളും ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കെ രമ സുപ്രീം കോടതിയോട് പറയുന്നത് 3 കുറ്റവാളികൾക്ക് 1000-ലധികം ദിവസം, അതായത് കഴിഞ്ഞ 12 വർഷത്തിനിടെ 1000-ലധികം ദിവസം അവർക്ക് ഈ പരോൾ ലഭിച്ചിരുന്നു എന്നതാണ്. കെ രാമചന്ദ്രന്റെ കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന് 1081 ദിവസം ഈ പരോൾ ലഭിക്കാനുണ്ടായത്. അതായത് മൊത്തം ഉണ്ടായിരുന്നതിന്റെ 31% ദിവസവും രാജഗോപാൽ ഈ ശിക്ഷിക്കപ്പെട്ട കെ രാജഗോപാൽ പരോളിലായിരുന്നു കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേസിലെ 6ാം പ്രതിയായ സിജിത്തിന് 1078 ദിവസവും 2ാം പ്രതിയായ മനോജിന് 1068 ദിവസവും പരോൾ ലഭിച്ചിരുന്നുവെന്നാണ് കെ രമ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ തന്നെ ജ്യോതി ബാബുവിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നാണ് കെ രമ പറയുന്നത്. പക്ഷേ ഈ സത്യവാങ്മൂലത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ കെ രമ ഇതിൽ പ്രകീർത്തിക്കുന്നു എന്നതാണ്. കേരളത്തിലെ ഈ സർക്കാർ മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങളും ചികിത്സകളും മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് കെ രമ പറയുന്നത്.